വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU വിദ്യാനഗർ ഡിവിഷൻ ഓഫീസ് പരിസരത്ത് ധർണാ സമരം നടത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ധവളപത്രത്തിന്റെ മറവിൽ കേരള വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, നിലവിലെ മാനദണ്ഡമനുസരിച്ച് പൊതുസ്ഥലം മാറ്റം നടപ്പിലാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU കേന്ദ്ര കാര്യാലയത്തിനു മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായി ധർണാ സമരം സംഘടിപ്പിച്ചു. വിദ്യാനഗർ ഡിവിഷൻ ഓഫീസിനു മുന്നിൽ നടന്ന ധർണാ സമരം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ധവളപത്രത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു വർത്തമാനം തന്നെ കേരളത്തിൽ സ്വകാര്യവൽക്കരണത്തെ കുറിച്ചാണ്. ഇപ്പൊ നല്ല കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളെല്ലാം നന്നായി, മിക്കവാറും നന്നായി. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പോയാൽ അവിടെ ആൻജിയോഗ്രാം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. ആൻജിയോപ്ലാസ്റ്റിയും വേണ്ടി വന്നാൽ ആൻജിയോഗ്രാം ചെയ്യും. എല്ലാം ചെയ്യാൻ ആവശ്യമായ രീതിയിലേക്ക് ഒരു സർക്കാർ ആശുപത്രിയെ ഉയർത്തിക്കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്താണ്. അപ്പം അങ്ങനെയുള്ള സർക്കാർ ആശുപത്രികൾ ഇവിടെ വന്നാൽ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് S ഗോവിന്ദരാജ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി S സുധാകരൻ മുദ്രാവാക്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K വിനോദ്, ട്രഷറർ B സുപ്രിയ, ജോയിന്റ് സെക്രട്ടറി K ബിജു, വൈസ് പ്രസിഡന്റ് BV പ്രിയേഷ്, സെക്രട്ടേറിയറ്റ് അംഗം M ജയൻ, കാഞ്ഞങ്ങാട് ബ്രാഞ്ച് പ്രസിഡന്റ് RK സുധീഷ്, കാസർഗോഡ് ബ്രാഞ്ച് പ്രസിഡന്റ് KA വിനോദ്, VV പവിത്രമോഹനൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി VM ബിനുമോൻ സ്വാഗതവും ബ്രാഞ്ച് സെക്രട്ടറി A സതീഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.